കടലില്ലാത്തൊരു കണ്ടക്കറി കുറച്ച് ടീംസിനെ കണ്ടോ നിങ്ങൾ? ഇതാണ് ഫുഡ് ബിരിയാണിയാണ് നമ്മൾക്ക് കഴിക്കാൻ. ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ പരീക്ഷിക്കാൻ പോയി സ്നേഹ കുട്ടി കുട്ടിയുടെ വയ്ക്കും. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇപ്പം സമയം ഒരു 5:30 ആയിട്ട് കേട്ടോ. ഞങ്ങളൊരു 4:45 പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എക്സാം നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം കേട്ടോ, എനിക്ക് ഇന്ന് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലോങ് വീഡിയോ ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു പോളിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇടാമെന്ന്. ഇപ്പം എണീറ്റിട്ട് ഇപ്പം വെറുതെ ഇരിക്കണുള്ളൂ, എല്ലാവരും ഫ്രഷ് ആവുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വരാവേ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പോകണം. എല്ലാം കൂടി കാണിക്കണില്ല, വെറുതെ ലാഗാക്കണ്ട. അപ്പം ഞാൻ ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചു തരാവേ. എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ട് കഴിച്ചു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ബസ് 7 മണിയാകുമ്പോൾ വരും കേട്ടോ പറഞ്ഞത്. അപ്പം നേരത്തെ പോയാൽ സീറ്റ് കിട്ടും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവും പിന്നെ കടലില്ലാത്തൊരു കടലക്കറി എനിക്കറിയില്ലല്ലോ. കഴിച്ചിട്ട് വേഗം നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി ബസ് കയറാൻ പോകട്ടോ. ഞങ്ങളുടെ ബസ് അവിടെ വരാം. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് കഴിച്ചു. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കോളേജിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാലാണ് നമുക്ക് വണ്ടി വരാമെന്നൊക്കെ പറയും. ശരാ ഈ പറമ്പിലൊക്കെ എന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് എക്സാമിനെ കുറിച്ച് പറയാൻ. അടിപൊളി കേട്ടോ, ഞങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് എന്താ പറയല്ലേ? പ്രത്യേകിച്ച് അഭിപ്രായം കണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് എന്താ എക്സാം? നമ്മൾ എക്സാം എഴുതാൻ പോവാണ് കഴിച്ചു. ഇപ്പോൾ ഒരു ഭയങ്കര പേടി എന്തായാലും എക്സാം എഴുതിയിട്ട്. നമ്മളപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എക്സാമിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാൻ പോകുന്നത് ആൻസർ കേട്ടോ. ഊബറൊക്കെ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഗൈസ്. ഞാൻ ഇവിടെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ എത്തി ഗൈസ്. ഞങ്ങൾ വിൻറ്റേജ് വിളിച്ചിട്ട് ഇവിടെ ഒരു വിൻറ്റേജ് ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഭയങ്കര വിൻറ്റേജ് ആയി. ഞാൻ കാണിച്ചുതരാം. ഗൈസ് ഇതാണ് ഫുഡ് ബിരിയാണിയാണ് നമ്മൾക്ക് ഇന്ന് കഴിക്കാൻ. ഹലോ ഗൈസ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നടന്ന് പോവാണ് ഗൈസ്. ഇനിയിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകണം. ഇനി വണ്ടി വിളിക്കാനൊന്നും വയ്യ. അപ്പം ഞങ്ങൾ വെറുതെ പൈസ ഇല്ലാത്തതല്ല കേട്ടോ. അല്ല പൈസ ഇല്ലാത്തതല്ല, പക്ഷെ ഞങ്ങൾക്ക് വണ്ടി വിളിക്കാൻ മടിയായിട്ടാ. ഞങ്ങൾ നടക്കാം. ഇനി കുറച്ചധികം പോയി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ എത്തും. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറ ഗൈസ്. അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ വീണു. അപ്പൊ രക്ഷിക്കാൻ പോയതാ സ്നേഹ പോയപ്പോഴേക്കും കുട്ടിയുടെ വഴിക്ക് പോയി. നമുക്ക് വേണ്ടി കരിമ്പിൻ ജ്യൂസ് മേടിച്ചു തരാൻ പോവാണ് ഗൈസ്. അല്ലേ സ്നേഹ? ഇനി കരിമ്പിൻ ജ്യൂസ് കുടിക്കാം. കുറച്ച് നടന്ന് ക്ഷീണിച്ചു. മധുരമൊക്കെ കറക്റ്റ്, പക്ഷെ വെള്ളം വാട്ടർ കണ്ടന്റ് സ്നേഹ റിച്ച് ആയിട്ടുണ്ട് ഗൈസ്. കിടത്തില്ലേ സ്നേഹ? അപ്പൊ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടി വിളിച്ചിട്ടാട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഹോസ്റ്റലിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് കിടന്നുറങ്ങണം. ഇന്നത്തെ എക്സാം ഇനിയിപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ എക്സാം ഓക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പഠിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയിട്ട് മറ്റന്നാളത്തേക്കുള്ള പരീക്ഷയ്ക്ക് പഠിക്കും. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.